അച്ഛൻ പഠിപ്പിച്ച സമ്പാദ്യശീലം. പണ്ടൊരു ഗ്രാമത്തിൽ വളരെ അധ്വാനശീലനായ ഒരു കർഷകനും അയാളുടെ കുടുംബവും ജീവിച്ചിരുന്നു. ഭാര്യയും 2 മക്കളും അടങ്ങുന്നതായിരുന്നു അയാളുടെ കുടുംബം. കൃഷിപ്പണികളൊക്കെ ചെയ്ത് അങ്ങനെ അവർ ജീവിച്ചു വരുമ്പോൾ ഒരു ദിവസം കർഷകനായ അച്ഛൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. തന്റെ ഭാര്യയും മൂത്ത മകളും തന്നെ എല്ലാ പണിയിലും സഹായിക്കുന്നുണ്ട്. എന്നാൽ ഇളയ മകനായ ഗോപു ഒരു പണിയും എടുക്കാതെ സമയം അലസമായി ചിലവഴിക്കുന്നു. എന്തെങ്കിലും പണി പറഞ്ഞാൽ തന്നെ അവൻ അത് ചെയ്യാൻ വലിയ മടിയാണ്. അച്ഛനും അമ്മയും ചേച്ചിയും പാടത്തു പണിയെടുക്കുമ്പോഴൊക്കെയും ഗോപു വെറുതെ സമയം തള്ളി നീക്കി. പണ്ട് തൊട്ടേ അധ്വാനിച്ചു വളർന്നു വന്ന അച്ഛന് ഗോപുവിന്റെ അലസത കുറച്ച് ദുഃഖമുണ്ടാക്കി. തന്റെ മകനെ അധ്വാനശീലം പഠിപ്പിക്കാൻ അയാൾ തീരുമാനിച്ചു. പിറ്റേന്ന് പാടത്തേക്ക് പണിക്കായി പോകാൻ ഇറങ്ങും മുൻപേ അച്ഛൻ ഗോപുവിനെ ഉമ്മറത്തേക്ക് വിളിച്ചു. എന്നിട്ടിങ്ങനെ പറഞ്ഞു: ഇന്നു മുതൽ നീ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ പറ്റില്ല. നീ പണിക്ക് പോകണം. മാത്രമല്ല, പണിക്ക് പോയി കിട്ടുന്നത് അത് എന്തു തന്നെയായാലും വൈകുന്നേരമാകുമ്പോൾ അതെന്റെ കയ്യിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയും വേണം. മറുത്തൊന്നും പറയാതെ ഗോപു അച്ഛൻ പറയുന്നത് കേട്ടുനിന്നു. എന്നിട്ട് സമ്മതം മൂളും വിധം തലയാട്ടി വീടിനുള്ളിലേക്ക് പോയി. അച്ഛൻ പണിക്ക് പോയി കഴിഞ്ഞപ്പോൾ ഗോപു പതിവ് പോലെ തന്റെ കട്ടിലിൽ പോയി സുഖമായി ഒന്ന് മയങ്ങി. ഉറങ്ങി എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ കഴിച്ച് അവൻ ബാക്കി സമയവും വെറുതെ അലസമായിരുന്നു. അങ്ങനെ സന്ധ്യയായപ്പോഴാണ് അവൻ അച്ഛൻ പറഞ്ഞ കാര്യം ഓർത്തത്. അച്ഛൻ തിരികെ വരുമ്പോഴേക്കും പണിക്ക് പോയി കിട്ടിയത് അച്ഛനെ ഏൽപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കർക്കശക്കാരനായ അച്ഛൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ എന്തു ശിക്ഷയാണ് കിട്ടുക എന്നത് നിശ്ചയമില്ല. ഇനിയിപ്പോൾ എന്തു ചെയ്യും? ഒരു വഴിയുണ്ട്. അവൻ പെട്ടെന്ന് അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മേ, എന്നെ ഒന്ന് സഹായിക്കണം. അച്ഛൻ വരുമ്പോൾ കൊടുക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. പണിക്കാണെങ്കിൽ പോകാനും എനിക്ക് പറ്റിയില്ല. അമ്മയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കത് തരണം. ഇതു കേട്ട് ദയ തോന്നിയ അമ്മ തന്റെ കയ്യിൽ കിടന്ന വളയൂരി ഗോപുവിന് നൽകി. വള കിട്ടിയ സന്തോഷത്തിൽ അവൻ മുറിയിലേക്ക് പോകുമ്പോഴേക്കും ഉമ്മറത്ത് നിന്ന് അച്ഛന്റെ വിളി കേട്ടു. വളയുമായി അവൻ ഉമ്മറത്തേക്ക് ചെന്നു. കാണട്ടെ, എന്താണ് നീ ഇന്ന് പണിയെടുത്ത് സമ്പാദിച്ചതെന്ന്. അച്ഛന്റെ ഈ ചോദ്യം കേട്ട ഗോപു ഒരു മടിയും കൂടാതെ തന്റെ കയ്യിലുള്ള വള അച്ഛന് നേർക്ക് നീട്ടി. ആ വളയിലേക്കൊന്ന് നോക്കിയ ശേഷം അച്ഛൻ ഗോപുവിനോട് പറഞ്ഞു: ഇതാ കിണറ്റിൽ കൊണ്ടുപോയി ഇട്ടേക്കൂ. അച്ഛൻ എന്തിനാണത് പറഞ്ഞതെന്ന് മനസ്സിലായില്ലെങ്കിലും തിരിച്ചൊന്നും ചോദിക്കാതെ അവൻ മുറ്റത്തേക്കിറങ്ങി ആ വള കിണറ്റിനുള്ളിലേക്ക് ഇട്ടു. പിറ്റേന്നും രാവിലെ തന്നെ അച്ഛൻ പണിക്കായി പാടത്തേക്ക് പോയി. ഗോപു വീണ്ടും വീടിനുള്ളിൽ തന്നെ മടി പിടിച്ചിരിപ്പായി. അന്നും പണിക്കൊന്നും പോകാതെ സന്ധ്യ വരെ അവൻ സമയം തള്ളി നീക്കി. സന്ധ്യ ആവാറായപ്പോൾ അവൻ ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അച്ഛൻ വരുമ്പോൾ സമ്പാദിച്ചതൊന്നും കാണിച്ചില്ലെങ്കിൽ നല്ല വഴക്ക് കിട്ടുമെന്നും അതുകൊണ്ട് കയ്യിലുള്ള എന്തെങ്കിലും തന്ന് സഹായിക്കണമെന്നും ചേച്ചിയോട് പറഞ്ഞു. ഇതു കേട്ടു ദയ തോന്നിയ ചേച്ചി തന്റെ കാതിൽ കിടന്ന കമ്മലൂരി ഗോപുവിന് നൽകി. കമ്മൽ കിട്ടിയ സന്തോഷത്തിൽ അവൻ ഉമ്മറത്തു പോയി അച്ഛനെ കാത്തിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ പണി കഴിഞ്ഞ് അച്ഛൻ എത്തി. ഇന്ന് പണിയെടുത്തിട്ട് എന്താണ് കിട്ടിയത്, കാണട്ടെ. ഇത് കേട്ടതും തന്റെ കയ്യിലുള്ള കമ്മൽ അവൻ അച്ഛനെ കാണിച്ചു. കമ്മൽ കണ്ട അച്ഛൻ തലേന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതും ആ കിണറ്റിനുള്ളിലേക്ക് ഇട്ടേക്കൂ എന്ന് പറഞ്ഞു. എന്നും അച്ഛൻ എന്തിനാണ് ഈ കിണറ്റിനുള്ളിലേക്ക് വളയും കമ്മലും ഒക്കെ ഇടാൻ പറയുന്നതെന്ന് മനസ്സിൽ ചോദ്യം ഉണർന്നെങ്കിലും അച്ഛനോട് ഒന്നും ചോദിക്കാതെ അവൻ ആ കമ്മലും മുറ്റത്തെ കിണറ്റിനുള്ളിലേക്ക് ഇട്ടു. പിറ്റേന്നും പതിവ് പോലെ ഗോപു വൈകിയാണ് ഉറക്കമെഴുന്നേറ്റത്. ഉച്ച തിരിയും വരെ വീട്ടിനുള്ളിൽ തന്നെ സമയം ചിലവഴിച്ചിട്ട് അമ്മയുടെയും ചേച്ചിയുടെയും അടുത്തേക്ക് എത്തി. പണിയെടുത്തു കിട്ടിയതായി അച്ഛനെ കാണിക്കാൻ ഇന്നും എന്തെങ്കിലും തരണമെന്ന് അവൻ ആവശ്യപ്പെട്ടു. എന്നാൽ ആ ദിവസം അമ്മയ്ക്കും ചേച്ചിക്കും അവനെ സഹായിക്കാനായില്ല. ഞങ്ങളുടെ കയ്യിൽ ആകെയുണ്ടായിരുന്നത് തന്നു കഴിഞ്ഞു. ഇനി തരാനായി ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ഇത് കേട്ട് നിരാശനായ ഗോപു ഇനി എന്തു ചെയ്യണമെന്നാലോചിച്ച് വീടിന് പുറത്തേക്ക് ഇറങ്ങി. ഇന്ന് അച്ഛൻ വരുമ്പോൾ എന്തു ചെയ്യും? കാണിക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. ഇതും ആലോചിച്ച് പാടവരമ്പിലൂടെ നടക്കുമ്പോൾ പുറകിൽ നിന്നും മോനെ എന്നൊരു വിളി അവൻ കേട്ടു. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വൃദ്ധൻ ഒരു വലിയ ചാക്കുമരികിൽ വെച്ച് തളർന്നിരിക്കുന്നു. ഗോപു ആ വൃദ്ധന്റെ അടുക്കൽ ചെന്ന് കാര്യം അന്വേഷിച്ചു. വൃദ്ധൻ ഒരുപാട് ദൂരെ നിന്നും ഇവിടെയുള്ള ചന്തയിലേക്ക് പോകാൻ വന്നതാണെന്നും ഈ ഭാരമേറിയ ചാക്കുകെട്ടുമായി ഇനി ഒരടി മുന്നോട്ട് വെക്കുവാൻ പറ്റില്ല എന്നും ഗോപുവിനോട് പറഞ്ഞു. ഇതൊന്ന് ചന്തയിലെത്തിക്കാൻ നിനക്കെന്നെ ഒന്ന് സഹായിക്കാമോ? വൃദ്ധൻ ഗോപുവിനോട് ദയനീയമായി ചോദിച്ചു. മടിയനായ ഗോപു
എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകാനൊരുങ്ങി. എന്നാൽ വൃദ്ധൻ വീണ്ടും അവനോട് സഹായിക്കണമെന്ന് യാചിച്ചപ്പോൾ മനസ്സില്ലാ മനസ്സോടെ ആ ചാക്കുകെട്ട് ചന്തയിൽ എത്തിക്കാൻ സഹായിക്കാമെന്ന് അവൻ സമ്മതിച്ചു. അങ്ങനെ ആ ചാക്കുകെട്ടും തലയിൽ ചുമന്ന് നടന്ന് അവർ ചന്തയിലെത്തി. ആദ്യമായി ഒരുപാട് ഭാരം ചുമന്ന് നടന്ന ഗോപു അവിടെ എത്തിയപ്പോഴേക്കും നല്ല ക്ഷീണിതനായി. ചാക്കു തലയിൽ നിന്നിറക്കി തിരികെ പോകാൻ തുടങ്ങുമ്പോൾ വൃദ്ധൻ തന്റെ സഞ്ചിയിൽ നിന്നും 2 നാണയങ്ങൾ എടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തു. ഇത് നിനക്കിരിക്കട്ടെ, എന്നെ സഹായിച്ചതിന് ഒരുപാട് നന്ദി. ആ നാണയങ്ങളും വാങ്ങി അവൻ തിരികെ വീട്ടിലേക്ക് നടത്തം ആരംഭിച്ചു. ഏറെ ദൂരം നടന്ന് വീട്ടിലെത്തിയപ്പോഴേക്കും നേരം അല്പം വൈകിയിരുന്നു. അവൻ എത്തിയപ്പോൾ അവനെയും കാത്ത് ഉമ്മറത്ത് തന്നെ അച്ഛൻ ഇരിപ്പുണ്ടായിരുന്നു. ഇന്ന് പണിയെടുത്ത് എന്താണ് കിട്ടിയതെന്ന് അച്ഛൻ അവനോട് ചോദിച്ചു. ഉടനെ തന്നെ തന്റെ കീശയിൽ നിന്നും വൃദ്ധൻ നൽകിയ ആ നാണയങ്ങൾ അവൻ അച്ഛനു നേർക്ക് നീട്ടി കാണിച്ചു. ദാ ഈ നാണയങ്ങളാണ് ഇന്നത്തെ എന്റെ സമ്പാദ്യം. പതിവ് പോലെ തന്നെ അച്ഛൻ ഇതും ആ കിണറ്റിലേക്ക് ഇടുവാൻ പറഞ്ഞു. അയ്യോ, ഇത് കിണറ്റിലിടുവാൻ പറയരുത്. ഒരുപാട് ദൂരം ഭാരം ചുമന്ന് കിട്ടിയതാണ് എനിക്ക് ഈ നാണയങ്ങൾ. ഇതെനിക്ക് സൂക്ഷിച്ചു വെക്കണം, അവൻ വിഷമത്തോടെ പറഞ്ഞു. ഇത് കേട്ട അച്ഛൻ ഒരു പുഞ്ചിരിയോടെ അവനെ നോക്കി. അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിന്റെ മൂല്യം എന്താണെന്ന് തന്റെ മകൻ ഇന്നും മനസ്സിലാക്കി എന്ന് തിരിച്ചറിഞ്ഞ സന്തോഷമായിരുന്നു ആ പുഞ്ചിരി. അപ്പോഴാണ് ഗോപുവിനും അച്ഛൻ തന്നെ അധ്വാനശീലം പഠിപ്പിക്കാനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് മനസ്സിലായത്. പിന്നീടുള്ള കാലം ഗോപുവും അച്ഛനും അമ്മയും ചേച്ചിയും ഒത്ത് ഒരുമിച്ച് പാടത്തെ പണികളെല്ലാം ചെയ്ത് സന്തോഷത്തോടെ ജീവിച്ചു.